പുതിയ കളക്ഷനാണ്, പുതിയ കളക്ഷൻ. എൻ്റെ ബാഗ് ഇപ്പോൾ 10 കിലോ വെയിറ്റ് ഉണ്ട്. 10 കിലോ, 1 കിലോ കൂടി. ബാഗ് പോയാ എൻ്റെ ദൈവമേ, ബാഗ് കാണുന്നില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വള്ളി വരുന്നത്. There comes my മസാല ദോശ പ്ലസ് എക്സ്ട്രാ വട. അയ്യോ, ഹായ് ഋഷിക്കുട്ടാ, how are you? സോ ഗൈസ്, വലിയൊരു അബദ്ധം പറ്റി. അബദ്ധം എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലൊരു അബദ്ധം എന്നെപ്പോലുള്ള ആൾക്ക് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ എന്നാലും പറ്റിപ്പോയി ഗൈസ്. പറ്റിപ്പോയാലും എന്നെ പറ്റിപ്പോയി എന്ന് പറയാതെ പറ്റിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം തായ്ലൻഡിൽ വന്ന സ്ഥിതിക്ക് നമ്മൾ കാണാത്ത സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പോൾ ക്രാബി, ഫുക്കറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫുക്കറ്റ് പോയില്ല, ഫുക്കറ്റിന് എതിരെ പോയിട്ടില്ല. ക്രാബി പോയിട്ട് ഒരാഴ്ച നിന്നു. അതിനുശേഷം ബാങ്കോക്ക് വന്നിട്ട് 2 ദിവസം ബാങ്കോക്ക് നിന്നു. എന്നിട്ട് ഇന്ന് മ്യാൻമർ പോകാൻ കരുതി. ഇന്നലെ രാവിലെ ഞാൻ മ്യാൻമർ പോകാനായിട്ട് ബാങ്കോക്ക് ടു മ്യാൻമർ ഏതോ ഒരു എയർലൈൻസിൻ്റെ ഒരു ടിക്കറ്റ് $100 ബുക്ക് ചെയ്തു. ലാസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് $100 ചെയ്തില്ല, അത്ര ആവില്ലായിരുന്നു. ബുക്ക് ചെയ്ത് കഴിഞ്ഞ് അപ്പം എൻ്റെ അറിവിൽ എൻ്റെ ഒരു ഞാൻ എപ്പോഴും ഈ വിസ റിക്വയർമെൻറ്റ്സ് നോക്കുന്നത്, ഈ വിസ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഒരു വിക്കിപീഡിയ പേജ് ഉണ്ട്. പിന്നെ ജസ്റ്റ് റാൻഡമായിട്ട് നോക്കത്തേ ഉള്ളൂ. പണ്ടെപ്പോഴോ നോക്കിയതാണോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞ് കിടക്കുകയാണ്. മ്യാൻമർ പോയി കഴിഞ്ഞാൽ നമുക്ക് വിസ ഓൺ അറൈവൽ കിട്ടും, പണ്ടുണ്ടായിരുന്നു വിസ ഓൺ അറൈവൽ കിട്ടും എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അത് കാരണം അതിൻ്റെ ഉറപ്പിൽ ഞാനങ്ങ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാൻ റാൻഡമായിട്ട് വെറുതെ എടുത്തിട്ട് അവരുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് 2023 ഒരു വർഷക്കാലത്തേക്ക് ഒരു പ്രത്യേക ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മ്യാൻമർ ഇന്ത്യക്കാർക്ക് വിസ ഓൺ അറൈവൽ കൊടുത്തിരുന്നു. പക്ഷേ അത് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അവർക്കും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. പിന്നെ ഈ വിസ ഓൺ അറൈവലിൽ പോയ ആൾക്കാരുണ്ടോ ഒന്നും അറിയില്ല. അപ്പോൾ ഈ വിസ എടുക്കണം നിലവിൽ അതിന് 4 ദിവസം 3 to 4 days വർക്കിംഗ് ഡേയ്സ് എടുക്കും ഈ വിസ എടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനായിട്ട്. അപ്പോൾ അത്രയും നേരം എനിക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ ബാങ്കോക്ക് വന്നിട്ട് എന്നാ ചെയ്യാൻ, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഒന്നും നോക്കിയില്ല, ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. 2 മണിക്കൂറത്തെ ആയുസ് മാത്രമേ ആ ടിക്കറ്റിന് ഉണ്ടായിരുന്നുള്ളൂ. അത് ഭയങ്കര നഷ്ടമായിപ്പോയി. എനിക്ക് വന്നൊരു $10-20 എന്ത് തിരിച്ച് കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു അബദ്ധം പറ്റി. അപ്പോൾ മ്യാൻമർ പോകാനിരുന്ന കാരണം ഞാനിപ്പോൾ ഇനിയിപ്പോൾ വിസ അപ്ലൈ ചെയ്യണം. വിസ ഞാൻ അപ്ലൈ ചെയ്തിട്ട് പിന്നെ 3-4 days കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ അത്ര നേരം തായ്ലൻഡിൽ നിൽക്കണ്ടല്ലോ എന്ന് കരുതി അറ്റ് ദ സെയിം ടൈം ബ്രൂണെ പോകാനായിട്ടുള്ള വിസയും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതും വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഈ നമ്മുടെ ഈ ഏഷ്യൻ കൺട്രീസിൽ നമുക്കിനി പെൻഡിങ് ആയിട്ടുള്ള രാജ്യങ്ങളാണ് മ്യാൻമറും ബംഗ്ലാദേശും. മ്യാൻമർ വിസ വേണം, ബംഗ്ലാദേശ് വീണ്ടും ഈ പറഞ്ഞ പോലെ വിസ വേണം. അത് പാസ്പോർട്ട് എംബസി കൊടുത്ത് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ വിസ കിട്ടുള്ളൂ. നമുക്കിപ്പോഴും ബംഗ്ലാദേശിൽ ഈ വിസ ഇല്ല. പിന്നെ മംഗോളിയ പോകണം, മംഗോളിയ വിസ വേണ്ട, പക്ഷേ ചൈന വഴിയേ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ് ഫ്ലൈറ്റ്സൊക്കെ, അതാണ് അവസ്ഥ. അപ്പോൾ ഏഷ്യൻ കൺട്രീസ് തീരാത്ത രാജ്യങ്ങൾ തീർക്കാമല്ലോ എന്നുള്ള പ്ലാനാണ്. എന്നിട്ട് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാം എന്നുള്ളതായിരുന്നു. ഓണം കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 13 ഞാൻ അമേരിക്കയ്ക്ക് പോകും. വീണ്ടും ഞാൻ വെസ്റ്റ് കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ പല ഭാഗങ്ങൾ, പിന്നെ നിയർ ബൈ കുറച്ച് സ്ഥലങ്ങൾ, അങ്ങനെ കുറച്ച് യുണീക്കായിട്ടുള്ള അവിടുത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഓണം വരെ നമുക്കിവിടെ കുറേ പരിപാടികളുണ്ട്. അതൊക്കെ തീർക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ബ്രൂണെ പോകണം, പിന്നെ ഈ ഭാഗത്ത് പാപ്പുവ ന്യൂ ഗിനിയ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ രാജ്യങ്ങളൊക്കെയാണ് നമ്മൾ പോകാത്തത്. അപ്പോൾ ഈ രാജ്യങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ ഈ ബാങ്കോക്ക്, കോലാലംപൂർ, പിന്നെ സിംഗപ്പൂർ, ഈ 3 രാജ്യങ്ങൾ വഴിയുള്ള ട്രാൻസിറ്റ് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒന്ന് വെറുതെ എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ നേരെ നോക്കിയപ്പോഴത്തേക്കിനും കോലാലംപൂരിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട്. എന്താ പിന്നെ അവൻ്റെ അടുത്ത് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. നേരെ കോലാലംപൂരിൽ നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് എയർ ഏഷ്യ അല്ല, ബാട്ടിക് എയർ. എയർ ഏഷ്യ ഉണ്ടായിരുന്നു, പക്ഷേ എയർ ഏഷ്യ റേറ്റ് കൂടുതലായിരുന്നു. ബാട്ടിക് എയറിൻ്റെ ഫ്ലൈറ്റിൽ കോലാലംപൂരിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. എപ്പോഴും നമ്മൾ ഒരു വിസ റിക്വയർമെൻറ്റ് ഒരു രാജ്യത്തിൻ്റെ നോക്കിയിട്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ. എന്നെപ്പോലുള്ള ഒരാൾക്ക് ഇത് പറ്റാൻ പാടില്ലാത്തതാണ്. പക്ഷേ ചില സമയത്ത് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റും ഗൈസ്. എനിക്ക് വേണമെങ്കിൽ നിങ്ങളോട് പറയാണ്ടിരിക്കാം, പക്ഷേ ഒരു രസമല്ലേ അല്ലേ? സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഗുഡ് ബൈ മൈ റൂം ഇൻ ബാങ്കോക്ക്. ഇവിടെ ബാങ്കോക്കിലെ ഏതോ ഒരു ഹോളിഡേ ഇൻ എക്സ്പ്രസ്സിലാണ് 2 ദിവസം താമസിച്ചത്. അപ്പോൾ എന്താ പറയുക, നമുക്ക് നേരെ താഴെ പോയിട്ട് ക്യാബ് എടുത്തിട്ട് വി ഗോ ടു എയർപോർട്ട് DMK. നമ്മൾ DMK എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ഫ്ലൈറ്റ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഹോട്ടലിൽ. എനിക്ക് പ്രത്യേകിച്ചൊന്നും കഴിക്കാൻ തോന്നുന്നില്ല ഇപ്പോൾ രാവിലെ. നോട്ട് ഹംഗ്രി. സത്യക, ഗുഡ് മോർണിംഗ്. Checking out. Yes. So thank you so much for being our Diamond Elite member and staying with us. Thank you. So how was your stay? All good? Thank you so much. Thank you so much. എന്ത് അടിപൊളി ആൾക്കാരാണെന്നറിയോ തായ്ലൻഡിലെ. ഹോസ്പിറ്റാലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആൾക്കാർ. ഹായ്. സാദിക. നല്ല വണ്ടി, നല്ല മണം, ഗുഡ് സ്മെൽ. അങ്ങനെ ഞാൻ ഡോൺ മുവാങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനൽ 1 എത്തിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലേക്കുള്ള വിമാനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ എവിടെ നമ്മുടെ ബാട്ടിക് എയർ എന്ന് തപ്പട്ടെ. ഇതെല്ലാം എയർ ഏഷ്യയാണ്. എയർ ഏഷ്യ
ഇവിടെ ഇവരൊക്കെ ഈ ബാഗേജ് പോളിസി ഭയങ്കര സ്ട്രിക്റ്റാണ് കേട്ടോ. അതായത് ഹാൻഡ് ബാഗും ബാക്കിയുള്ള സംഭവങ്ങളും ഒരു കിലോ ആണെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഇവന്മാർ കൊല വിളിച്ച് വാങ്ങിക്കും. അതാണ് ഇവരുടെ പരിപാടി എന്ന് പറയുന്നത്. അതാ ഈ ഏഷ്യൻ സൈഡിലുള്ള മിക്ക വിമാന കമ്പനികളും എയർ ഏഷ്യ, വിയറ്റ്ജെറ്റ്, തായ് വിയറ്റ്ജെറ്റ്, ഇവർ എല്ലാവരും ഇത് തന്നെയായിരിക്കും അവസ്ഥ. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ വിത്ത് ഓൾ ദീസ് തിങ്സ്. ബാട്ടിക് എയർ ബിസിനസ് ക്ലാസ്, ബാട്ടിക് എയർ എക്കണോമി, ഇവിടെ ഇങ്ങനെ തിരക്കാനുള്ള ബാഗ് ഡ്രോപ്പ് ചെയ്യാനായിട്ട്. ടൈം ടു ചെക്ക് ഇൻ. എൻ്റെ ബാഗ് ഇപ്പോൾ 10 കിലോ വെയിറ്റ് ഉണ്ട്. 10 കിലോ, 1 കിലോ കൂടി, 1 കിലോ കൂടിയല്ലേ. ഇവിടെ നമ്മൾ ബാഗ് ചെക്ക് ഇൻ ചെയ്യുന്നത് ഇവിടെ ഒരു സ്ഥലത്ത് രണ്ടാമത് കൊണ്ട് കൊടുക്കണം. അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. പ്ലീസ് വെയിറ്റ് until your belongings have been successfully screened. ഇവിടെ അകത്ത് എക്സ്റേ മെഷീൻ ഇല്ല, ഇവിടെയാണെന്ന് തോന്നുന്നു എക്സ്റേ. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ട് വേണം നമ്മളുടെ വെയിറ്റ് ചെയ്യണം. അങ്ങനെയാണ് എൻ്റെ പരിപാടി. സോ എന്നോട് റിട്ടേൺ ടിക്കറ്റ് ചോദിച്ചില്ല, എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. ഇവിടെ നിന്ന് മലേഷ്യക്ക് പോകുമ്പോഴത്തേക്കിനും ഒന്നും ചോദിക്കില്ല ഗൈസ്. സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് അകത്ത് വന്നപ്പോഴത്തേക്കിനും ഇത് കണ്ടില്ലേ, കുറേ ഫ്ലൈറ്റ്സ് ക്യാൻസൽഡ് എന്നും പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത്. എന്നാ സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല. കംബോഡിയയുമായിട്ടുള്ള യുദ്ധം കാരണമായിരിക്കും കംബോഡിയ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുന്നത്. പക്ഷേ വേറെ പല ഫ്ലൈറ്റുകൾ ക്യാൻസൽഡ്, അതും എയർ ഏഷ്യയാണ് മിക്കതും ക്യാൻസൽഡ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. കണ്ടില്ല നോക്കി, എന്തോരം ഫ്ലൈറ്റ്സാണ് ക്യാൻസൽഡ്. ഇനി എന്തെങ്കിലും ഈസ് ദർ എനിത്തിങ് റോങ് എന്ന് എനിക്കറിയില്ല. ഈ കാണുന്ന മണ്ഡലൈ എന്ന് പറയുന്ന, മാൻഡലൈ അല്ലല്ലോ, ഇവിടെ ആയിരുന്നു മാൻഡലൈ അല്ല, വൈകിട്ടത്തെയാണെന്ന് തോന്നുന്നു. ഏതോ ഒരു മ്യാൻമർ എയർലൈൻസിൻ്റെ വിമാനത്തിൽ മ്യാൻമർ പോകാനിരുന്നതാണ് ഇന്ന് ഞാൻ. മൊത്തത്തിൽ കുളമായി ഗൈസ്. DMK എയർപോർട്ടിലൊരു ലോഞ്ച് ഉണ്ട്, മിറാക്കിൾ ലോഞ്ച് എന്നും പറഞ്ഞുണ്ട്. അങ്ങനെ പ്രയോറിറ്റി പാസ് കൊടുത്തിട്ട് ഇവിടെ കയറി. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നോക്കിയ ലോഞ്ചിലൊന്നും ഒരു തിരക്കുമില്ല, ബഹളമില്ല. ഇത് നമ്മുടെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓവർ ക്രൗഡഡ് ആണ്. അത് മാത്രമല്ല, എൻ്റെ അമ്മ രക്ഷയില്ലാത്ത തിരക്കെന്ന് പറഞ്ഞാൽ അമ്മാതിരി തിരക്കായിരിക്കും. അതാണ് ഇവിടത്തെയൊക്കെ പ്രശ്നം. അതായത് ഇവിടുത്തെ അല്ല, ഇന്ത്യയുടെ പ്രശ്നം എന്ന് പറയുന്നത് തിരക്കായിരിക്കും. ആ കാണുന്ന നോക്കെയർ കണ്ടോ, നോക്കെയറിൻ്റെ വിമാനങ്ങളെല്ലാം ഭയങ്കര വെറൈറ്റി വിമാനങ്ങളാണ്. ഇപ്പോൾ എയർ ഏഷ്യയാണ് ഇവിടെ, എയർ ഏഷ്യയുടെ കളികളാണ് മൊത്തം. എയർ ഏഷ്യയുടെ കുത്തകയാണ് ഇവിടെ. ഇവിടെ നമ്മുടെ എയർ ഏഷ്യയുടെ ഒരു വിമാനം പുഷ് ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ എയർ ഏഷ്യയുടെ വേറൊരു വിമാനം കിടക്കുന്നു. നോക്കെയറിൻ്റെ വേറൊരു വിമാനം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. നോക്കെയറിൻ്റെ വേറൊരു വിമാനം അവിടെ കിടക്കുന്നു. എയർ ഏഷ്യ, നോക്കെയർ എന്തൊക്കെയോ പ്രശ്നമുണ്ട് കേട്ടോ ഇവിടെ നിന്ന്. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറേ സ്വീറ്റ്സ്, ഫ്രൂട്ട്സ്, പിന്നെ സ്റ്റിർ ഫ്രൈഡ് കോക്കനട്ട് ഷൂട്ട്സ് ആൻഡ് ചില്ലി, ഗ്രിൽഡ് ചിക്കൻ വിത്ത് പൈനാപ്പിൾ സോസ്, സ്റ്റിർ ഫ്രൈഡ് ഫ്ലാറ്റ് നൂഡിൽസ്, പിന്നെ പൊട്ടറ്റോ ക്രീമി സൂപ്പ്, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. തിരക്കുമില്ല, ഫുഡും ഇഷ്ടംപോലെ ഉണ്ട്. സ്റ്റീംഡ് റൈസ്, പോർക്ക് പനാങ് കറി, പിന്നെ സ്റ്റിർ ഫ്രൈഡ് ചിക്കൻ. ഇത് എൻ്റെ ഫേവറേറ്റ് സാധനമാണ്, സ്റ്റിർ ഫ്രൈഡ് ചിക്കൻ വിത്ത് ബേസിൽ ആൻഡ് ഓണിയൻസ്. പിന്നെ ഇതും പോർക്കാണ്, സ്റ്റിർ ഫ്രൈഡ് പോർക്ക് വിത്ത് റെഡ് കറി പേസ്റ്റ് ആൻഡ് എഗ് പ്ലാന്റ്. ലുക്കിംഗ് സോ ഗുഡ്. ബാംഗ്ലൂർ എയർപോർട്ടിൽ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ അവന്മാർക്ക് ലിക്കർ പറ്റുകയില്ലാന്ന് അതുകൊണ്ട് ഇവിടെ കണ്ടില്ലേ. അറ്റ്ലീസ്റ്റ് റെഡ് ലേബലും പിന്നെ വേറെ ഏതൊക്കെയോ വിസ്കിയും പിന്നെ വോഡ്ക, ജിന്ന് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനൊരു ഗ്രിൽഡ് ചിക്കൻ വിത്ത് പൈനാപ്പിൾ സോസ് എടുത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്ന് വിചാരിച്ച്. ഗ്രിൽഡ് ചിക്കൻ വിത്ത് പൈനാപ്പിൾ സോസും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സോട്ടഡ് വെജിറ്റബിൾസും ഉണ്ട്. സ്റ്റിർ ഫ്രൈഡ് കോക്കനട്ട് ഷൂട്ട്സ് ആൻഡ് ചില്ലി. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. കോക്കനട്ട് ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു. എന്ത് നന്നായി, അതിലും അടിപൊളിയായിരുന്നു. അവിടെ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു, അതിലും അടിപൊളി സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. കണ്ടില്ലേ, എൻ്റെ ഫേവററ്റ് ചിക്കനും പിന്നെ ഇത് എന്താ പറയുക, നേരത്തെ എടുത്ത സാധനവും. അങ്ങനെ തായ്ലൻഡിലെ ഡോൺ മുവാങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലിരുന്ന് വിമാനങ്ങൾ കണ്ടുകൊണ്ടിരുന്ന് ഞാൻ എൻ്റെ ലഞ്ച് കഴിക്കുകയാണെന്ന്. ഗൈസ്, ഈ പൈനാപ്പിൾ സോസിൻ്റെ സാധനം ഭയങ്കര മധുരമാണ്, മധുരിക്കുന്ന ചിക്കനാണ്. പക്ഷേ കൊള്ളാം, അതിനൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നോട്ട് എവ്രി വൺ വിൽ ലൈക്ക് ഇറ്റ്, പക്ഷെ മറ്റേ സാധനം അടിപൊളിയാണ്. അങ്ങനെ നമുക്ക് പോകേണ്ട വിമാനം അവിടെ വന്നിരിക്കുകയാണ്. ഇത് ശരിക്കും ലയൺ ഗ്രൂപ്പിൻ്റെ പണ്ടത്തെ മലിൻഡോ എന്ന് പറഞ്ഞ വിമാനമായിരുന്നു. അതാണിപ്പം ബാട്ടിക് എയർ ആക്കി മാറ്റി കൺവേർട്ട് ചെയ്തത്. ഇവർ മലേഷ്യയിൽ നിന്നും നമ്മുടെ കൊച്ചിയിലേക്കൊക്കെ സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് പുറകിൽ ലയൺ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോർഡിങ് തുടങ്ങാറായെന്ന് തോന്നുന്നു അവിടെ. സോ നോട്ടിഫിക്കേഷൻ വന്നു, ബോർഡിങ് തുടങ്ങുന്നു എന്നും പറഞ്ഞുകൊണ്ട്. സോ വിൽ ഗോ. ഇവർ 1:30-ക്കാണ് ബോർഡിങ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ 1:25 ആയതേ ഉള്ളൂ. ഫൈനൽ കോളെന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് അവിടെ. നേരത്തെ ഫ്ലൈറ്റ് വന്നുകൊണ്ട് നേരത്തെ അവർ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നു. ഇത് ബോയിങ് 737 വിമാനമാണ്. ബാട്ടിക് എയറിന് എനിക്ക് തോന്നുന്നു എല്ലാം ബോയിങ് വിമാനങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇവർ ഫൈനൽ കോളെന്നും പറഞ്ഞിട്ട് 1/2 മണിക്കൂർ മുന്നേ ഇവന്മാർ ബോർഡിങ് ചെയ്യുകയാണ്. എന്നാ പരിപാടിയാണെന്ന് എനിക്ക്.
Hi, good evening. How are you? I'm great, sir. Thank you. Thank you. Thank you. Hi, that's business class ഒക്കെ ഉണ്ടല്ലോ. എൻ്റെ ബിസിനസ് ക്ലാസ് അടിപൊളി സീറ്റാണല്ലോ. ലെഗ് റെസ്റ്റ് ഒക്കെ ഉണ്ട്. ചാരി കിടക്കാം. ഓ, ദാറ്റ്സ് നൈസ്. ഇത് കൊള്ളാം കേട്ടോ. ഇക്കണോമി ആണെങ്കിലും കൊള്ളാം. സീറ്റൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. അങ്ങനെ സീറ്റിൽ വന്നിരുന്നത് ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്, പക്ഷേ നാട്ട് വർക്കിംഗ് അത് ഒന്നും ഓണല്ല, ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല എന്ന് തോന്നുന്നു. പിന്നെ ഈ ജനാലയൊക്കെ ആണെങ്കിൽ എനിക്കൊന്ന് കഴുകിയിട്ട് മാസങ്ങളായി, വർഷങ്ങളായി തോന്നുന്നു. അതിൽ എന്തൊക്കെയോ പോലെ നല്ല ലെഗ് സ്പേസ് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. ബാട്ടിക് എയർ മലേഷ്യയുടെ മറ്റേ ഇൻഫ്ലൈറ്റ് മാഗസിൻ 2 മണിക്കൂറാണ് നമുക്ക് കോലാലംപൂരിലേക്കുള്ളത്. 7500 രൂപയാണ് എനിക്ക് ടിക്കറ്റ് റേറ്റ് ആയത്. അത് ലാസ്റ്റ് ടൈം ഇന്നലെ ബുക്ക് ചെയ്യുന്നത്. ഇന്നലെ ബുക്ക് ചെയ്തുകൊണ്ട് 2 മണിക്ക് വിടേണ്ട വിമാനം 15 മിനിറ്റ് മുമ്പ് നേരത്തെ വിട്ടിരിക്കുകയാണ് ഗൈസ്. അതായത് ഏർലി ഡിപ്പാർച്ചർ 15 മിനിറ്റ്സ് ഏർലി. ടേക്ക് ഓഫ് ചെയ്ത് നേരത്തെ വന്ന് ഇറങ്ങിയോണ്ട് ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് ബാഗ് ഇട്ടാതെ കാത്തു കിടക്കുകയാണ്. എന്താ കാര്യം? ഞാനിവിടെ ഇരുന്ന് ഫ്ലൈറ്റ് സ്പോട്ടിങ് ആണ്. തലങ്ങ് ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് കുറേ വിമാനങ്ങൾ പോകുന്നുണ്ട്. വിൻഡോ ഫുള്ള് ഡേർട്ടിയാണ്, അതുകൊണ്ടാണ് എനിക്കൊന്നും കാണാൻ പറ്റാത്തത്. ഞാൻ എപ്പോഴും മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് അറിയാം, ഈ ബോയിങ് വിമാനങ്ങളുടെ വിൻഡോസ് പെട്ടെന്ന് ഡേർട്ടി ആവുന്നുണ്ട്. എയർബസ് എത്ര വർഷം പഴക്കം ചെന്നാലും വിൻഡോസ് അധികം ഡേർട്ടി ആയിട്ട് കാണാറില്ല. അത് എൻ്റെ ഫൈൻഡിങ് ആണോ ശരിയാണോ എന്നെനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യം അത്. സോ ഫൈനലി വി ആർ ഇൻ കോലാലംപൂർ. നമ്മളങ്ങനെ കോലാലംപൂർ എത്തിയിരിക്കുകയാണ്. കൊള്ളായിരുന്നു കേട്ടോ. ഫുഡൊന്നുമില്ല. താങ്ക് യു ബൈ. ഫുഡും കാര്യങ്ങളൊന്നുമില്ല, പച്ചവെള്ളം കിട്ടൂല. വി ഗോ ഇമിഗ്രേഷൻ. മലേഷ്യയിൽ നമ്മൾ ഇറങ്ങി വരുന്നത് നേരെ ഗേറ്റുകളുടെ സമീപത്തേക്കാണ്. ട്രാൻസിറ്റൊക്കെ ഭയങ്കര ഈസിയാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ഇങ്ങനെയുള്ള എയർപോർട്ടുകൾ വന്ന് ഇറങ്ങുമ്പോഴത്തേക്കിനും മലേഷ്യ, അതേപോലെ തന്നെ സിംഗപ്പൂർ, ഇതൊക്കെ ഇതേപോലത്തെ എയർപോർട്ടുകളാണ്. ആദ്യമായിട്ടാണ് മലേഷ്യയിൽ ഇത്രയും തിരക്കി ഞാൻ കാണുന്നത്. ഇത് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും ക്യൂ നിൽക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അരമണിക്കൂറായി ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് 1 മണിക്കൂറായി. അങ്ങനെ ഫൈനലി ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോൾ സമയം 6:50. അതായത് 4:45 വന്ന് ഇറങ്ങിയതാണ് എൻ്റെ ഫ്ലൈറ്റ്. 4:45. ഇനി നമ്മുടെ ബാഗ് എവിടെ പോയി തപ്പുമെന്ന് ഞാൻ നോക്കട്ടെ. ലണ്ടൻ ഹീത്രോ ധാക്ക, അതിന് 2 മണിക്കൂറായി വിമാനം ഇറങ്ങിയിട്ട്. ദൈവമേ, ഇത് നമ്മുടെ ബാഗിൻ്റെ സാധനങ്ങളെവിടെ? അതിനെവിടെ പോയി തപ്പും? ബാഗിൻ്റെ സംഭവമൊന്നും കാണുന്നില്ലല്ലോ. ഇസ്താൻബുൾ, ജിദ്ദ, ബാഗേജ് എവിടെ? ദൈവമേ, ബാഗൊക്കെ ഇനി എവിടെ പോയി തപ്പുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. അത് ഏത് ബെൽറ്റിലാന്നുള്ളത് പോലും കാണുന്നില്ലെന്നേ. അത്രയ്ക്കെല്ലാം പോയെന്ന്. ഇവിടെ ചോദിക്കാം, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? Hi, OD527 from DMK. Which belt? A. Yeah. So I can. Okay. ഇവിടെ എവിടെയോ വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ അതിനെ അവിടെ പോയി തപ്പിയെടുക്കും. ഇവിടെ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടാവും. സാധാരണ അങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. ഇതൊക്കെ ലോസ്റ്റ് ലഗേജ് രണ്ടാമത് വന്ന് പാക്ക് ചെയ്ത് അവരെ ഓരോ സ്ഥലത്തേക്ക് അയക്കുന്ന പരിപാടിയാണ്. ഇതാണ് ഈ പ്രശ്നം. നമ്മൾ ഈ ബാഗ് 2 മണിക്കൂറല്ലേ നമ്മൾ കാത്തിരുന്നത്. ഏകദേശം 1.5 മണിക്കൂർ കറക്റ്റ് ഇമിഗ്രേഷനിലിരുന്നു നമ്മൾ. ആരും എടുത്തോണ്ട് പോയില്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും. ഇനി ആരും എടുത്ത് ഇവിടെ കാണുന്നില്ലല്ലോ. ദൈവമേ, അടിപൊളി. ബാഗ് പോയാ? എൻ്റെ ബാഗോടെ? പക്ഷേ എൻ്റെ ദൈവമേ, ബാഗ് കാണുന്നില്ല. പക്ഷേ ഇവർ ബാഗ് എടുത്ത് ഫ്രണ്ടിൽ വെക്കുകയെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിലൊന്നും കാണുന്നില്ലല്ലോ ബാഗിന്. അപ്പുറത്തൊക്കെ നോക്കിയാലോ. പണിപ്പാളും മിക്കവാറും. പണിപ്പാളെന്ന് പറഞ്ഞാൽ എൻ്റെ യാത്ര തുടങ്ങി ബാഗ് പോയി കഴിഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യുന്നത്? വെയർ മൈ ബാഗ്? ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വള്ളി വരുന്നത്. എൻ്റെ ബാഗ് ആക്ച്വലി ഇവിടെ ഇരിപ്പില്ല. സ്റ്റാഫ് ഒന്നും പറയുന്നില്ല. ഇതെന്താ സംഭവിക്കുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇതെടുത്തോണ്ട് ഇനി വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അറിയുക? അതാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ കൺസേൺ അതാണ്. ശരിക്കും എപ്പോഴും ഉള്ളതാണ് ഈ എയർപോർട്ടുകളിൽ ഈ ബാഗ്. അവിടെ കൗണ്ടറിൽ പോയി വെച്ചിട്ട് അവരാ ഒരു കുന്തവും പറയുന്നില്ല. അതേ ഇരിക്കുന്നു മൈ പെട്ടി. ദിസ് ഈസ് മൈ പെട്ടി ഗൈസ്. ഓ ഫൈൻ മാൻ, കിട്ടി. അങ്ങനെ ഫൈനലി. എവിടെ പേരുണ്ട്, എൻ്റെ പേര് തന്നെ. അയ്യോ, അങ്ങനെ പെട്ടി കിട്ടി. അതെ, ഇവിടെ എന്തോ കോൺഫറൻസോ എന്തോ പരിപാടികൾ നടക്കുന്നുണ്ട്. അത് കാരണം അഡീഷണൽ ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കുറേ വിമാന കമ്പനികൾ. അതുകൊണ്ടാണ്
ഇത്രയും തിരക്കുണ്ടായത് എന്നാണ് ഞാൻ ഇമിഗ്രേഷനിൽ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. ഞാൻ ആക്ച്വലി മെട്രോ ട്രെയിൻ എടുത്ത് പോകാമെന്നുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് മെട്രോ എടുക്കാൻ വയ്യ, ടാക്സി വിളിച്ചു പോകാം. വേറെ ടാക്സി ടാസ്കി ഗ്രാബ് എടുത്ത് ബുക്ക് ചെയ്ത് അതിവിടെ അകത്ത് ഇവിടെ എന്തൊക്കെയോ സെറ്റപ്പൊക്കെയാണ്. എല്ലാം ഭയങ്കര സ്ലോ ആണല്ലോ. മലേഷ്യ വന്നപ്പോഴുകൂടി ഇത് പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തംകുളത്തി പടാന്ന് പറയുന്ന പോലെ ഇപ്പം ഇവിടെ ബാങ്കോക്കിലുണ്ടായിരുന്ന പോലെ അത്രയ്ക്ക് ഓർഗനൈസ്ഡ് അല്ല കാര്യങ്ങൾ. ഓർഗനൈസ്ഡ് ആണ്, പക്ഷേ ഒന്നും അങ്ങോട്ട് വെടിപ്പല്ല. മനസ്സിലായില്ല. എൻ്റെ ടാക്സി ബുക്ക് ചെയ്ത ആളൊന്നുകൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, അങ്ങനെ എൻ്റെ വണ്ടി വന്നു കഴിച്ചു. എൻ്റെ പൊന്നെ, പുള്ളി ഒന്ന് ചുറ്റിക്കറങ്ങിയായിരുന്നു. പുള്ളി വന്നപ്പോൾ എന്നെ കണ്ടില്ല. പക്ഷേ എന്നെ കണ്ടില്ലല്ലോ, ഇവിടെ നിർത്താൻ പറ്റത്തില്ലല്ലോ, നോൺ സ്റ്റോപ്പിംഗ് അല്ലേ. ഹായ് സുജിത്. സുജിത്ത്. എൻ്റെ ദൈവമേ, ഞാൻ ടയേർഡായി, മതിയായി ഗൈസ്. അയ്യോ എനിക്ക് മതിയായി. ശരിക്കും ഇവിടെ നിന്ന് സിറ്റിയിലേക്ക് ട്രെയിനും കാറും ബസ്സും എല്ലാം ഒരേ സമയമൊക്കെ തന്നെ ഉള്ളൂ. എനിക്കിനി ട്രെയിനിൽ കയറി വലിഞ്ഞു കയറി പോകാൻ വയ്യാത്തതുകൊണ്ട് ഞാനൊരു ടാക്സി അടിച്ചു. ഇതിനാണ്ട് 70 എത്ര ഇവരുടെ റേറ്റ് ഇവിടുന്ന് 70 ഇവരുടെ RMB അല്ലല്ലോ, എന്താ ഇവരുടെ കറൻസിക്ക് പറയുന്ന റിംഗറ്റ് അല്ലേ, MYR എന്ന് പറയും. 70 എന്ന് പറയുമ്പോൾ ഏകദേശം 1400 രൂപ വരും. അങ്ങനെ ഫൈനലി ഞാനിവിടെ തിരികെയാണ്. ഇതെന്താ ഇത് അടിപൊളി ടവറാണല്ലോ. ഈ ടവറിലാണ് എൻ്റെ ഫ്രണ്ട് താമസിക്കുന്നത്. അപ്പോൾ ഐ വിൽ ബി സ്റ്റേയിങ് വിത്ത് ഹിം ടുഡേ. നാളത്തെ കാര്യം തീരുമാനിച്ചിട്ടില്ല, നാളത്തെ കാര്യം നാളെ തീരുമാനിക്കാം. How are you? Nice to meet you, man, after a long time. 1 year. Oh? 1 year, right? Yeah, this area is full of Chinese people, right? Yep. I could see a lot of Chinese people going inside and coming down. Mostly students. Is this an apartment or a hotel? A condo. It's a condo? Yeah. Okay. ഞാനിപ്പോൾ ഉള്ള ഏരിയ കണ്ടോ, ഇത് കോലാലംപൂർ നഗരത്തിലെ ഏതോ ഒരു സ്ഥലമാണ്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാക്സി എടുത്ത് വന്നുകൊണ്ട് എനിക്ക് കൂടുതൽ അറിയത്തൊന്നുമില്ല. ഇവിടുത്തെ ഒരു കോണ്ടോ ആണ് ഈ കാണുന്നത്. കോണ്ടോ എന്ന് പറഞ്ഞാൽ വലിയ അപ്പാർട്ട്മെൻറ്റാണ്. ആ സ്വിമ്മിംഗ് പൂൾ കണ്ടോ, ആ സ്വിമ്മിംഗ് പൂൾ ഇരിക്കുന്നത് അതിൻ്റെ താഴെ പാർക്കിംഗ് ഉണ്ട്. ഒരു 1 2 3 4 5 ഒരു 10 നില അതിന് താഴെ പാർക്കിംഗ്. ആ 10 നിലയുടെ മേളിലാണ് സ്വിമ്മിംഗ് പൂളും ആ ബേസ്മെൻറ്റും കാണുന്നത്. മനസ്സിലായില്ലേ? അതിന് മുകളിലോട്ടാണ് ഈ കാണുന്ന ഇത്രയും കെട്ടിടങ്ങൾ അല്ല ഇത്രയും ഫ്ലോറുകൾ പണിത് വെച്ചിരിക്കുന്നത്. എത്ര നില ഉണ്ടാകുന്ന ചോദിച്ചാൽ മിനിമം ഒരു 30 നില 40 നില 50 നിലയെങ്കിലും ഉണ്ടാവും. എനിക്കറിയത്തില്ല കറക്റ്റ് എത്ര ഉണ്ടെന്നുള്ളത്. എന്തായാലും അതിന് താഴേക്ക് ഒരു 10 നില പാർക്കിംഗ് ഉണ്ട്. ആ 10 നില പാർക്കിങ്ങിൻ്റെ മേളിലാണ് സ്വിമ്മിംഗ് പൂൾ ഇരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റ്. അവൻ രാവിലെ ജോലിക്ക് പോയി. നെക്സ്റ്റ് ഡേ മോർണിംഗ് എൻ്റെ ഫ്രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൗച്ച് സർഫിംഗ് വഴി പരിചയപ്പെട്ടതാണ്. സോ ഈസ് ഹോസ്റ്റിംഗ് മീ ഹിയർ. 2 ദിവസം എന്നെ ഇവിടെ ഹോസ്റ്റ് ചെയ്യും. അപ്പോൾ അവൻ രാവിലെ തന്നെ ജോലിക്ക് പോയി. ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്കിനും അവൻ ജോലിക്ക് പോയി. അപ്പോൾ ഇനി വൈകിട്ടേ വരുള്ളൂ. അപ്പോൾ ടാനടിച്ചെൻ്റെ പാടൊക്കെ നോക്കിയ ഫുൾ ടാനടിച്ച് ടോയ്ലറ്റിൽ പോയി ടാനടിച്ച പാടാണ് ഗൈസ്. ഞാൻ രാവിലെ എനിക്ക് കുറേ പണിയൊക്കെ ഉണ്ട്. ഇന്ന് കുറേ പണിയൊക്കെ ചെയ്ത് തീർക്കണം. കോലാലംപൂരൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്താണ്. അപ്പോൾ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനൊന്നും വേറെ ഒന്നുമില്ല. എൻ്റെ തുണിയൊക്കെ ഇന്നലെ കഴുകിയിട്ടായിരുന്നു, അതൊക്കെ അവിടെ നിന്ന് ഉണങ്ങി. അപ്പോൾ അതെല്ലാം പരിപാടി തീർന്നു. ഇവിടെ എന്താ പറയുക, ഇറ്റ്സ് നൈസ് അല്ലേ? നമ്മളിങ്ങനെ പോകുന്ന ഓരോ സ്ഥലത്തും നമുക്ക് ഇഫ് വി ഹാവ് ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ലൈക്ക് ദിസ്, അത് വലിയ കാര്യമല്ലേ? നമുക്ക് ഏത് നാട്ടിൽ പോയാലും നമുക്ക് അവിടെയൊക്കെ നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറയുമ്പം അത് ഭയങ്കര കാര്യം തന്നെയാണ്. സോ നാളെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. എൻ്റെ വിസയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്. സോ ഐ എം ട്രൈങ് ടു ഫിഗർ ഇറ്റ് ഔട്ട്. അപ്പോൾ അതൊക്കെ തീർത്തിട്ട് ഐ വിൽ ലെറ്റ് യു നോ ഗൈസ് വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താണ് പരിപാടി എന്നുള്ളത്. ഒന്നും നടന്നില്ല, ഞാൻ നാളെ തിരിച്ച് വീട്ടിൽ പോകും. ലെറ്റ് മീ സീ. ഞാൻ എൻ്റെ പണിയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തു. ഇവിടെ എന്താണ് കന്ന കറി ഹൗസ് എന്നും പറഞ്ഞുകൊണ്ട്, കന്നയാണോ കാനയാണോ എന്ന് അറിയത്തില്ല, കാനയായിരിക്കും. അപ്പോൾ ഞാൻ ഇന്നലെ കണ്ടുകൊണ്ടിരുന്നത് നെറ്റ്ഫ്ലിക്സിൽ മറ്റേ ഡിറ്റക്റ്റീവ് വിജ്വലൻ. ഇത് തുടക്കത്തിൽ വൻ കോമഡി ആയിരുന്നു, ശോകമായിരുന്നു. പക്ഷേ പിന്നെ വന്നപ്പോഴത്തേക്കിനും കുറച്ച് അടിപൊളിയായിട്ട് മാറി, ഒരു രക്ഷയില്ല. പിന്നെ അതേപോലെ കഴിഞ്ഞ ദിവസം മറ്റേ പടം കണ്ടു, ജാനകി, മറ്റേ സ്റ്റേറ്റ് സുരേഷ് ഗോപിയുടെ പടം ഉണ്ടല്ലോ, മറ്റേ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാ പടമാടാ, ഒരു രക്ഷയില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറേ ആൾക്കാർ അതിനകത്ത് നെഗറ്റീവൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫാമിലിയായിട്ടാണ് പോയി കണ്ടത്. എനിക്ക് ആ പടം ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്കറിയില്ല എന്താ ആളുകൾ നെഗറ്റീവ് പറയുന്നതെന്നുള്ളത്. ഇറ്റ് വാസ് നൈസ് മൂവി. കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ സുരേഷ് ഗോപി ശരിക്കും അതിനകത്ത് എങ്ങനെയാണോ അതേപോലെ റിയൽ ലൈഫിലായിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിപ്പോയി ചില സമയത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കിനും. എനിവേ മൂവി വാസ് റിയലി ഗുഡ്. ഐ ലൈക്ഡ് ഇറ്റ്. അപ്രീഷിയേറ്റ് ഓൾ ദ പീപ്പിൾ ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു. എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം.
ഇതെന്താ സംഭവം എന്ന് അറിയാം, ഇത് ഫ്രൈഡ് മാഗി നൂഡിൽസ്. പിന്നെ ഞാൻ റൊട്ടിച്ചനെ പറഞ്ഞിട്ടുണ്ട്, അതായത് പൊറോട്ടയുടെ കൂടെ ഗ്രേവി, ഇത് ചിക്കൻ്റെ ഗ്രേവി. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇന്നലെ ഞാൻ വാങ്ങിച്ചായിരുന്നു രാത്രി, നല്ല കിടിലൻ ടേസ്റ്റാണ്. പിന്നെ വേറെ സാധനങ്ങളുണ്ട്, പൊടിച്ച് കാണിച്ചു തരാം. ഇതിനകത്ത് ഇവർ വെജിറ്റബിൾസ് ഒക്കെ ഇടുമെന്ന് പറഞ്ഞിട്ട് വെജിറ്റബിൾസ് ഒന്നും കാണുന്നില്ല. ഇതിനകത്ത് ഇച്ചിരി മുട്ടയുണ്ട്, വേറെ ഒന്നുമില്ല. ഇത് ചിക്കൻ വറവൽ എന്ന് പറഞ്ഞ സാധനമാണ്. അതായത് ഇത് കറി പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നാൽ കറിയല്ല, എന്നാൽ ഫ്രൈ ആണോന്ന് ചോദിച്ചാൽ ഫ്രൈയും അല്ല. വറവൽ എന്നാണ് പേര്. മുടിഞ്ഞ എരിവേദന. ഈ സാധനം ഇന്നലെ വാങ്ങിച്ചായിരുന്നു. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള സാധനമാണ്. ബോൺലെസ് അല്ല, വിത്ത് ബോൺ പീസാണ്. അടിപൊളി സാധനമാണ്. ഈ നൂഡിൽസ് ആണെങ്കിലും ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഇത് ഒരു ടിപ്പിക്കൽ തമിഴ് ടേസ്റ്റ് അല്ല. എന്താ പറയുക, ഇതൊരു മലേഷ്യൻ ശ്രീലങ്കൻ മിക്സ് എന്നൊക്കെ വേണം പറയാം. അങ്ങനത്തെ ഒരു ഐറ്റം. നല്ല എരിവാണ്. നാളെ ഞാൻ എവിടെ പോകണം എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് കൊച്ചി പോകുന്നതിലും ചീപ്പാണ് ഇവിടെ നിന്ന് ഓസ്ട്രേലിയക്ക് പോകുന്നത്. നോക്കി, പേർത്തിലേക്ക് പോകാനായിട്ട് 6469 രൂപയാണ് കാണിക്കുന്നത് എയർ ഏഷ്യക്ക്. Come on, man. Hi, Gio. Hi. How are you? You want to say hi to my followers? Yeah. Gio used to watch all my videos. Not all my videos, but still he used to watch, and he was complaining me that I should add more subtitles, right? Subtitles, English subtitles, please. Yeah. Anyway, thanks for hosting me here, and appreciate. Yeah. Thank you. Thank you. Bye-bye. Bye-bye. See you around, mate. Okay? Yeah. Bye-bye. നിങ്ങളിപ്പോൾ കണ്ട ആളാണ് ജിയോ. വീണ്ടും നെക്സ്റ്റ് ഡേ, ഇന്ന് ഞാൻ ഇവിടെ ഒരു ദിവസം കൂടെ താമസിച്ചു. എൻ്റെ വിസയുടെ കാര്യത്തിൽ തീരുമാനമാകാത്തതുകൊണ്ട് ഒരു ദിവസം കൂടെ ഞാൻ താമസിച്ചു. അപ്പോൾ ജിയോ വീണ്ടും നെക്സ്റ്റ് ഡേ ഓഫീസിൽ പോയി. ഞാൻ ലിറ്റിൽ ഇന്ത്യയിലേക്ക് പോകാം. എനിക്ക് മസാല ദോശ കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ ലിറ്റിൽ ഇന്ത്യയിലേക്ക് പോയി. ഞാൻ ഒരു ടാക്സി ബുക്ക് ചെയ്ത് വെയിറ്റിംഗ് ഫോർ ടാക്സിയാണ്. ഇവിടൊക്കെ ബിൽഡിങ്ങുകളുടെ മുകളിലേക്കാണ് തോന്നുന്നു കേട്ടോ പാർക്കിങ്. ഈ കാണുന്ന ആദ്യത്തെ 3-4 നിലകൾ കംപ്ലീറ്റ് പാർക്കിംഗ് ആണ്. പിന്നെയാണ് എന്താ പറയുക, ഈ ബിൽഡിങ്ങിൻ്റെ 21ാമത്തെ നിലയിലാണ് ഞാൻ താമസിക്കുന്ന ജിയോയുടെ വീട്. ഒരു മസാല ദോശ കഴിക്കാൻ വേണ്ടി ലിറ്റിൽ ഇന്ത്യയിലേക്ക് പോകാനായിട്ട് ടാക്സി വിളിച്ച് പോകുന്ന ഞാൻ, ഇത് ശരിക്കും വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഓർഡർ ചെയ്ത് കഴിക്കുമ്പോൾ ദോശ കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാകുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ആ ലിറ്റിൽ ഇന്ത്യയുടെ ഭാഗത്തെത്തി. ഇവിടെ ദോശ മാത്രമല്ല, എന്തൊക്കെ വേണോ അതെല്ലാം കിട്ടും. എല്ലാ സംഭവങ്ങളും കിട്ടും ഇവിടെ. ബ്രിക്ക് ഫീൽഡ്സ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ബ്രിക്ക് ഫീൽഡ്സ് ലിറ്റിൽ ഇന്ത്യ എന്നാണ് പറയുന്നത്. ഇവിടെ മൊത്തം സാധാരണ നമ്മൾ എല്ലായിടത്തും പോയി കാണുന്ന പോലെയുള്ള ലിറ്റിൽ ഇന്ത്യ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഞാനും പലതവണ ഈ സ്ഥലം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവിടുത്തെ എവിടെ ഫുഡ് കഴിക്കാൻ കയറണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. ഇവിടെ ഒരു അമ്പലമുണ്ട് ഗൈസ്. ആ അമ്പലത്തിൻ്റെ സമീപത്തുള്ള പൂക്കടയാണ്. ഇവിടെ അടയാർ അനന്തപുരമുണ്ട്. എ ടു ബി എൻ്റെ ഒരു ഫേവറേറ്റ് റെസ്റ്റോറൻ്റ് ആണ് നാട്ടിലാണെങ്കിലും. എൻ്റെ ഭാര്യയ്ക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല, പക്ഷേ എനിക്കിഷ്ടമാണ്. അവിടെ കയറാം. അങ്ങനെ ഫിൽറ്റർ കോഫി വന്നു. ഇവിടെ തമിഴ്നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ, തമിഴ് സംസാരിക്കുന്ന ആളുകളുടെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഫിൽറ്റർ കോഫിയാണ് കഴിക്കേണ്ടത്. അടിപൊളിയായിരിക്കും, നല്ല കിടില ഫിൽറ്റർ കോഫി ആയിരിക്കും. ഇതെന്താ സംഭവം? ഇത് കണ്ടോ, പ്ലീസ് പേ അറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാർഡ് കൊണ്ടു തന്നെ. നൈസ്. There comes my മസാല ദോശ പ്ലസ് എക്സ്ട്രാ വട. അയ്യോ, വട ഇവിടെ വടയും കിട്ടും, വട സാമ്പാറും കിട്ടും. ഇതിപ്പോൾ ഞാൻ വട സാമ്പാറല്ല, വട ഇട്ട് ഞാൻ സാമ്പാർ മുക്കി സാമ്പാറാക്കി, വട സാമ്പാറാക്കി. ക്രിസ്പി വട. ദോശയാണെങ്കിലും കൊള്ളാം കേട്ടോ, അടിപൊളി. ശരിക്കും നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് മസാല ദോശ കഴിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ ആര്യഭവനും ശരവണഭവനൊക്കെ ഇല്ലേ, അവിടെയൊക്കെ പോയിട്ട് ദോശ കഴിക്കുന്ന പോലെ തന്നെ സെയിം. നല്ല പുളിച്ച മാവ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളിച്ച മാവ്. അടിപൊളി. ആ ഒരു ദോശയും വടയും ഫിൽറ്റർ കോഫിയും കൂടെ 350 രൂപ. അതിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും ഒരു പ്രീമിയം റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇത്ര കഴിക്കണമെങ്കിൽ ഏകദേശം ആ റേറ്റ് വരും. ഒരു ദോശയ്ക്ക് 120-150 രൂപ ഒക്കെ വാങ്ങിക്കുന്നുണ്ടല്ലോ മസാല ദോശയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ. ഇച്ചിരി കൂടുതലാന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. 350 രൂപ ഇവിടെ ഇത് ഭയങ്കര ലാഭമല്ലേ. 350 രൂപയ്ക്ക് ലണ്ടനിൽ പോയി കഴിക്കണേ 10 പൗണ്ട് 15 പൗണ്ട് കൊടുക്കണം എന്ന് പറയുമ്പോൾ 1500 രൂപയില്ലേ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ടാക്സിക്ക് 200 രൂപ. അങ്ങനെ മൊത്തം ഒരു ദോശ കഴിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്തത് 350-ഉം 400-ഉം. തിരിച്ച് പോകാനുള്ള ടാക്സി വന്നിട്ടുണ്ട്. ഇവിടെ ബൈക്ക് ടാക്സി ഇല്ല, കാർ മാത്രമേ കിട്ടുള്ളൂ. യെസ് ഗൈസ്, അങ്ങനെ ഞാൻ എയർപോർട്ടിൽ പോയി റെഡിയാവുകയാണ്. ഞാൻ ഇന്ന് നാട്ടിലേക്ക് പോവാണ്. എൻ്റെ ബ്രൂണെ വിസ അപ്ലൈ ചെയ്തായിരുന്നു, പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി റിജക്റ്റ് ആയി, എനിക്ക് കിട്ടിയില്ല. ഇനിയിപ്പോൾ ഞാനത് ഇന്ത്യയിലെ എംബസിയിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ബ്രൂണെ എംബസിയിൽ തന്നെ അപ്ലൈ ചെയ്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. കാരണം ബ്രൂണെ വിസ നമുക്ക് ഈ വിസ എടുക്കാൻ പറ്റത്തില്ല. ബ്രൂണയിൽ 2 ഓപ്ഷനാണ് എനിക്ക് മനസ്സിലായത്. ഒന്ന്, നമുക്ക് ബ്രൂണെ വഴി ട്രാൻസിറ്റ് ചെയ്യുകയാണെങ്കിൽ
ഒരു 3 ദിവസത്തേക്കുള്ള ഒരു ട്രാൻസിറ്റ് വിസ പോലെ നമുക്ക് കിട്ടും. അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ 3 ദിവസം കൊണ്ട് നമുക്ക് ബ്രൂണെ കാണാൻ പറ്റില്ല. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ടൂറിസ്റ്റ് വിസ എടുക്കണം. ടൂറിസ്റ്റ് വിസ എടുക്കണമെങ്കിൽ ഡൽഹിയിൽ പാസ്പോർട്ട് കൊടുത്തിട്ട് ചിലപ്പോൾ ഒരു 1-2 ആഴ്ചയൊക്കെ ടൈം എടുക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ വേറൊരു വഴി നോക്കിയത്. പക്ഷേ അത് നടന്നില്ല. ഇനി ഡൽഹിയിൽ പാസ്പോർട്ട് കൊടുത്ത് എംബസിയിൽ പാസ്പോർട്ട് അയച്ചു കൊടുത്ത് തന്നെ എടുക്കണം. അതിന് ഞാൻ കുറേ നാളെ നാട്ടിലുണ്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചില രാജ്യങ്ങളുടെയൊക്കെ വിസ എടുക്കാനായിട്ട് നമുക്ക് ഇപ്പോഴും പ്രോബ്ലംസ് ഉണ്ട്. പാസ്പോർട്ട് അയച്ചു കൊടുത്തെടുക്കണം. സിമ്പിളായി പറഞ്ഞാൽ ബംഗ്ലാദേശ് വിസ, ബംഗ്ലാദേശിലേക്ക് വിസ കിട്ടണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു സെൻഡ് അവർ പാസ്പോർട്ട് ടു ബംഗ്ലാദേശ് എംബസി. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ വിസ എടുക്കണം. നമുക്കൊന്നും ഈ വിസയോ വിസ ഓൺ അറൈവൽ അങ്ങനത്തെ പരിപാടികളൊന്നും ഈ പറഞ്ഞ രാജ്യങ്ങളിലൊന്നും ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങളെന്ന് പറയുന്നത്. ഈ ഇന്ത്യയുമായിട്ട് ഭയങ്കരമായിട്ട് നല്ല റിലേഷൻസ് ഉള്ള രാജ്യങ്ങളിലാണ് നമുക്ക് എളുപ്പത്തിൽ വിസ കിട്ടുന്നതും ഈ വിസ കിട്ടുന്നതും വിസ ഓൺ അറൈവൽ കിട്ടുന്നതും അങ്ങനെ പല പരിപാടികളൊക്കെ കിട്ടുന്നതും. സോ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ആർ ആക്ച്വലി ഹാപ്പനിങ്. അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. ഞാൻ ഇന്നലെ എയർ ഏഷ്യക്ക്, ഇന്ന് രാത്രിയുള്ള എയർ ഏഷ്യക്ക് കോലാലംപൂർ കൊച്ചി ടിക്കറ്റ് എടുത്തു. ഞാൻ ടിക്കറ്റ് എടുത്തത് എല്ലാം കൂടെ എനിക്ക് 10,000-18,000 രൂപയായി അവസാന സമയം ആയതുകൊണ്ട്. ഇന്ന് രാവിലെ ഞാൻ വെറുതെ നോക്കിയപ്പോഴത്തേക്കിനും 5,000 രൂപ കുറവ്. 4 ഉച്ചയ്ക്ക് പെട്ടെന്ന് പറഞ്ഞാൽ ചില സമയത്ത് അവസാനം ലാസ്റ്റ് സമയമാകുമ്പോഴത്തേക്കിനും ടിക്കറ്റ് റേറ്റ് കുറയും. ഇന്നലെ രാത്രിയിൽ ഞാൻ ടിക്കറ്റ് എടുത്തു. ഇന്നലെ രാത്രി ഞാൻ ടിക്കറ്റ് എടുക്കുമ്പോൾ 18,000 രൂപ എനിക്ക് കോലാലംപൂർ ടു കൊച്ചി നോക്കാം. അതേ സമയത്ത് കോലാലംപൂർ ടു തിരുവനന്തപുരം മലേഷ്യൻ എയർലൈൻസിൻ്റെ ബിസിനസ് ക്ലാസ്സിന് 16,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അത്ര ചീപ്പായിരുന്നു. തിരുവനന്തപുരത്ത് പോയിട്ട് ട്രെയിനിൽ കയറി എറണാകുളത്ത് വന്നിരുന്നെങ്കിലും ലാഭമായിരുന്നു. പത്തനംതിട്ട ആയിരുന്നെങ്കിൽ എനിക്ക് എളുപ്പമായിരുന്നു. എന്നാ ചെയ്യാനാന്ന് നോക്കി. ചില സമയത്ത് ഇങ്ങനെ, ചില സമയത്ത് ലാസ്റ്റ് സമയം ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്കിന് റേറ്റ് കുറച്ച് കിട്ടും, ചിലപ്പോൾ റേറ്റ് കൂടുതലാവും. അയ്യോ, എന്തായാലും വെറുതെ 5,000 രൂപ പോയി. എയർ ഏഷ്യ എന്താണെന്നറിയില്ല, ഇടക്കിടക്ക് എനിക്ക് ഇപ്പം പണിതുകൊണ്ടിരിക്കുകയാണ് എയർ ഏഷ്യ. സോ അപ്പോൾ ഐ എം ഗോയിങ് ഫ്രം ജിയോസ് ഹൗസ്. ജിയോ ഓഫീസിൽ നിന്ന് വരാൻ ലേറ്റ് ആവും. നമുക്ക് ഇവിടെ നിന്ന് എയർപോർട്ടിൽ പോകാനായിട്ട് 2 രീതിയിലുണ്ട്. ഒന്ന് ടാക്സി വിളിച്ച് പോകാം. ടാക്സി വിളിച്ച് പോകാനായിട്ട് ഏകദേശം ഒരു 1,300 to 1,500 രൂപ ആവും. പിന്നെ ഉള്ളത് KL സെൻട്രലിൽ വരെ പോയിട്ട് KL സെൻട്രലിൽ നിന്ന് എയർപോർട്ട് എക്സ്പ്രസ് ട്രെയിൻ എടുത്തിട്ട് പോകാം. അതിനും 950 രൂപ ആവും. അപ്പോൾ അവിടെ അത്രയും കഷ്ടപ്പെട്ട് പോകുന്നതിലും ഭേദം എനിക്കൊന്നൊരു 500 രൂപ കൂടുതൽ കൊടുത്തിട്ട് ടാക്സി എടുത്ത് പോകുന്നതായിരിക്കും ഈസിയസ്റ്റ് വേ. ലെറ്റ്സ് സീ. അടിപൊളി. ഞാനങ്ങനെ എയർപോർട്ടിൽ പോകാൻ വേണ്ടി ടാക്സി എടുത്തു. ഈ ട്രെയിനും ടാക്സിയും തമ്മിലുള്ള വ്യത്യാസം, ട്രെയിനിൽ ട്രാഫിക് ഉണ്ടാവില്ല, ഒറ്റ സ്റ്റോപ്പ് പോലും ഇല്ല, നേരെ എയർപോർട്ടിൽ പോകും. പക്ഷേ ടാക്സി എന്ന് പറയുന്നത് ട്രാഫിക്കിൽ കിടന്ന് ഇങ്ങനെ പോകേണ്ടി വരും. അത്യാവശ്യം സമയം എടുക്കുന്നു. എനിക്ക് തോന്നുന്നത് പുറത്താണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു, ഉച്ചമുതൽ ഭയങ്കര മഴയായിരുന്നു. ഞാനങ്ങനെ ടെർമിനൽ 2-ലെത്തി. ടെർമിനൽ 2 ആണ് എയർ ഏഷ്യയുടെ ഹബ്ബ് എന്ന് പറയുന്നത്. എയർ ഏഷ്യയുടെ വിമാനങ്ങളെല്ലാം ഇവിടെ നിന്നാണ് പോകുന്നത്. എയർപോർട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ഷോപ്പിംഗ് മോൾ പോലത്തെ സ്ഥലമാണല്ലോ ഇവിടെ. എയർ ഏഷ്യയുടെ ഈ പ്രീമിയം ഫ്ലാറ്റ് ബെഡ് അല്ലെങ്കിൽ പ്രീമിയം ഫ്ലെക്സ് പിന്നെ ഫാസ്റ്റ് പാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രയോറിറ്റി ബോർഡിങ്ങും പ്രയോറിറ്റി ബാഗ് ഡ്രോപ്പും എല്ലാ പരിപാടിയും കിട്ടും. ഞാനിവിടെ ലൗഞ്ചിൽ വന്ന് ഫുഡ് എടുത്തു. ഇന്ന് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഐ ഹാഡ് സം ഫുഡ്. വിമാനയാത്രയിൽ തണുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ജീൻസൊക്കെ ഇട്ടിട്ടാണ് ഗൈസ് പോകുന്നത്. കുറേ ദിവസത്തിന് ശേഷമാണ് ജീൻസ് ഇടുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് എയർ ഏഷ്യയുടെ ബിസിനസ് ക്ലാസ്. ഫ്രണ്ട് റോ എന്ന് പറയുന്നത് കാലിയാണ്. അതായത് ഫ്രണ്ട് റോയ്ക്ക് അത്യാവശ്യം നല്ല പൈസ കൊടുക്കണം. അതുകൊണ്ട് അധികം എടുക്കില്ല. നമുക്ക് പക്ഷേ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ നീട്ടി വെച്ചിങ്ങനെ ഇരിക്കാം. അതാണ് ഫ്രണ്ട് റോയുടെ ഗുണം എന്ന് പറയുന്നത്. എന്തായാലും എൻ്റെ കുറേ നാൾക്ക് ശേഷം പാളിപ്പോയൊരു ട്രിപ്പായിരുന്നു ഇന്ത്യ ഇറങ്ങിയത്. എനിക്ക് ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. മ്യാൻമറും പോകാൻ പറ്റിയില്ല, ബ്രൂണയും പോകാൻ പറ്റിയില്ല. ഇത് രണ്ടും എന്താ പറയുക, ചില സമയത്ത് ഇങ്ങനെയൊക്കെ പറ്റും. കുഴപ്പമില്ല, നമുക്കിപ്പോൾ വെരി സൂൺ. കൊച്ചി എത്തി. മുടിഞ്ഞ ക്ലൗഡ്സാണ്, ഫുള്ള് ക്ലൗഡ്സാണ്, ഒന്നും കാണുന്നില്ല. കുറേ നേരമായിട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കൊച്ചി എത്തി ഗൈസ്. കൊച്ചി എത്തി. എയർപോർട്ടിൻ്റെ ഒരു അറ്റത്താണ് കൊണ്ട് ഫ്ലൈറ്റ് നിർത്തിയേ. കുറേ നടക്കണം ഞാൻ കൊണ്ട് പോകാനായിട്ട്. എക്സ്പ്രസ് ബാഗ് ഗൈസ്. ആദ്യമേ തന്നെ ബാഗ് കിട്ടി. ഫ്ലൈറ്റിൽ നിന്ന് ആദ്യം ഞാൻ ഇറങ്ങിയത്, ആദ്യം ഇമിഗ്രേഷൻ ചെയ്ത ഞാൻ, ആദ്യം ബാഗ് കളക്ട് ചെയ്ത് വീട്ടിൽ പോകുന്നത് ഞാൻ. കൊള്ളാം. ഹായ് ഋഷിക്കുട്ടാ, ഹൗ ആർ യു? അയ്യോ ഇതെന്നെ കത്താത്ത. ഹൗ ആർ യു? ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞോ? ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇനി ഹാപ്പി ഓണമായോ? ഓണപ്പാട്ട് പാടിത്തരുമോ? അപ്പായിക്ക് പാടിത്തരുമോ? 2 പേര് പാടാമോ? ഏത്? ആ ഏത് ട്രക്കോ? ഇതോ? അയ്യോ അത് ഇവിടുത്തെ സിയാലിന്റെ ട്രക്കാട്ടോ. 2 പേര് ഓണപ്പാട്ട് പാടുവോ പ്ലീസ്? അപ്പായിക്ക് വേണ്ടി പ്ലീസ് 2 പേര്. സ്കൂളിൽ നിന്ന് പഠിപ്പിച്ച പാട്ടൊക്കെ ഒന്ന് പാടിക്ക് കേക്കട്ടെ. പാട് അപ്പ കേക്കട്ടെ, പാട്. 2 പേര് പാട്. അബിയെ എടാ പാടാൻ പറടാ. എടാ പാടടാ. 2 പേരല്ലേ, ചക്കരയല്ലേ, പാട്. ഹലോ, ഹൗ ആർ യു? Fine, thank you. How are you, Abhi? Fine. Thank you. അങ്ങനെ ഫൈനലി വി ആർ ബാക്ക്. ഇനി അടുത്ത
ഫുള്ള് കുളമായിടി. മ്യാൻമർ വിസ അപ്ലൈ ചെയ്യാൻ മറന്നുപോയി. ബ്രൂണൈ വിസ റിജക്റ്റ് ആയി. എയർ ഏഷ്യ താങ്ക് യു. പിന്നെ തായ്ലൻഡാണ് ആകെ മുതലാക്കാൻ പറ്റിയത്. നിങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ എൻജോയ് ചെയ്തു, ഞാനും ടോണി ചേട്ടനും കൂടെ.